വിഷ്ണു, കൂടുതൽ വിവരങ്ങൾ വിഷ്ണുവിന് ലഭ്യമായിട്ടുണ്ടോ? ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നതിൽ നമുക്ക് ചില സംശയങ്ങളുണ്ട്. അത് അങ്ങനെ ആഭ്യന്തര ടെർമിനലിന് പുറത്തേക്ക് ആളുകൾ, യാത്രക്കാർ ഇറങ്ങി വരുന്ന ഭാഗത്ത് ഈ മലിനജലം പോകുന്ന, അല്ലെങ്കിൽ ഒരു കുഞ്ഞൊക്കെ വീഴാവുന്ന ഒരു കുഴി അവിടെ ഉണ്ടോ എന്നതിൽ ഒരു സംശയം ഇപ്പോഴുമുണ്ട്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ വിഷ്ണു? ജിയോമാർ, നിലവിൽ അതിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതായത് പുറത്താണോ അതല്ലെങ്കിൽ ഈ അറൈവൽ നടക്കുന്ന സ്ഥലത്താണോ അപകടം ഉണ്ടായതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതിദാരുണമായ സംഭവമാണ്. 3 വയസ്സുകാരനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അവർ ഇന്ന് അങ്ങോട്ടേക്ക് ഉച്ചയോടുകൂടി എത്തിയതാണ്. ആ ഘട്ടത്തിലാണ് ഈ അപകടം ഉണ്ടായത്. അതിൽ ഏറെ നേരം കുട്ടി ഈ കുഴിക്കുള്ളിൽ കിടന്നു എന്നുള്ളതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് പറയുന്നത്. അതായത് കുട്ടി ഈ കുഴിക്കുള്ളിൽ അകപ്പെട്ട് കുറേയേറെ നേരം അവിടെ കിടന്നു. ഈ ആളുകളൊക്കെ ചുറ്റും പരതുകയായിരുന്നു കുട്ടിക്കായി. പക്ഷേ അവിടെയൊന്നും കണ്ടെത്താനായില്ല. പിന്നീട് കുട്ടിയുടെ ചെരുപ്പ് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഈ കുഴി കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തിയത്. അപ്പോഴാണ് കുട്ടിയെ അവിടെ നിന്ന് കണ്ടെത്തിയത്. അങ്ങനെ കുഴിക്കുള്ളിൽ ഏറെ നേരം കിടന്നതിനെ അപകടത്തിലേക്ക് നയിച്ചു, അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ചു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കുട്ടിയെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്കാണ് ആദ്യഘട്ടത്തിൽ മാറ്റിയത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അബോധാവസ്ഥയിലായിരുന്നു, ജീവൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ യാത്രാമധ്യേ മരണം സംഭവിച്ചു എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. വിശദമായ ഒരു പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും നടക്കും. ഇത് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. സാധാരണഗതിയിൽ പോലീസ് അടക്കമുള്ള ആളുകൾ അവിടെ പരിശോധന നടത്തുന്നത്. സാധാരണഗതിയിൽ എയർപോർട്ടിലെ സുരക്ഷാ വിന്യാസങ്ങളൊക്കെ നമുക്കറിയാം. ഒരു കുട്ടി അങ്ങോട്ടേക്ക് എങ്ങനെയാണ് ഓടിപ്പോവുക എന്നുള്ളതിലൊക്കെ ഒരു വ്യക്തത വരണം. ഇനി വിമാനത്താവളത്തിലെ മാലിന്യക്കുഴിയും തന്നെയാണ് ഈ ഘട്ടത്തിലും ലഭ്യമാകുന്ന വിവരം. വിശദമായ ഒരു പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി പോലീസ് സംഭവ സ്ഥലത്ത് എത്തി അന്വേഷണം നടത്തുകയാണ്. അതിദാരുണമായ അപകടമാണ്. അതായത് സാധാരണഗതിയിൽ ഇത്തരം കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മുന്നറിയിപ്പ് ബോർഡുകളോ അല്ലെങ്കിൽ അത്തരം സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇനി വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വിഷ്ണു, അത് തന്നെയാണ് അതിൽ തുടക്കം മുതൽ ഉയരുന്ന ഒരു സംശയവും അത് തന്നെയാണ്. ഇത്രയും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു വിമാനത്താവളം, അതിൽ ആഭ്യന്തര ടെർമിനലിനകത്തോ പുറത്തോ, അല്ലെങ്കിൽ അതിലൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ആ ഭാഗത്ത് ഇങ്ങനെ ഒരു മാലിന്യക്കുഴി, ഒരു കുഞ്ഞ് അതിൽ അകപ്പെട്ടു പോകാൻ തക്ക നിലയിൽ ഒരു മാലിന്യക്കുഴി അതിന് മൂടിയൊന്നും ഇല്ലാതെ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒഴുകിപ്പോകാനൊക്കെയുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. വിമാനത്താവളത്തിനകത്തും പുറത്തുമൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും ഒരു അപകടമുണ്ടാകാൻ തക്ക നിലയിലുള്ളതല്ല. അശ്രദ്ധമായി അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടായി എന്ന് നമ്മൾ കണ്ടിട്ടുമില്ല. കാരണം നിരന്തരമായി നമ്മളൊക്കെ വാർത്താ റിപ്പോർട്ടിങ്ങിനും യാത്രകൾക്കൊക്കെയായി പോകുന്ന ഒരു ഭാഗം കൂടിയാണല്ലോ. അവിടെ അത്തരം ഒരു അപകടം ഉണ്ടാകാൻ തക്ക നിലയിൽ ആ വിമാനത്താവളത്തിൽ ഒരു ഭാഗമുണ്ടോ എന്നത് ഇപ്പോഴും അത്ഭുതമാണ്. എങ്ങനെ അങ്ങനെ ഒരു മാലിന്യക്കുഴി അവിടെ വന്നു? അതിലൊരു 3 വയസ്സുകാരിയായ ഒരു കുട്ടി അകപ്പെട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ആ കുട്ടി അതിലുണ്ട് എന്ന് തന്നെ അറിയുന്നത്. അതും 2 ചെരുപ്പ് ആ മാലിന്യക്കുഴിയുടെ മുകളിൽ കണ്ടപ്പോഴാണ്. അത്രയും സമയം ആ കുട്ടി അതിൽ കിടന്നു. ഇത്രയും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഈ CCTV ക്യാമറകളൊക്കെ ഉള്ള സ്ഥലം, ആ കുഞ്ഞിനെ തെരഞ്ഞ് കുറേ സമയം ആളുകൾ, സുരക്ഷാ ഉദ്യോഗസ്ഥരും ബന്ധുക്കളും മാതാപിതാക്കളും ഉൾപ്പെടെയുള്ളവരും യാത്രക്കാരും ഒക്കെ തിരഞ്ഞു നടന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം.